പറഞ്ഞേ മൺഡേ മോർണിംഗ് എന്നാ പറഞ്ഞേ. സ്നേഹത്തോട് ഇത്രയും നാള് വിളിച്ച് സംസാരിച്ച് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടില്ല അവളോട്. അവൾ പോകുന്ന നീ എന്തിനാ സംസാരിച്ചു? അത് നാളെ പോണെന്ന് പറഞ്ഞില്ലേ? ഞാൻ മൺഡേ നാളത്തേക്കിന് വേറെ അക്കോമഡേഷൻ നോക്കണം. മൺഡേ മോർണിംഗ് ആകുമ്പോഴത്തേക്കിനാണ് ഞാൻ പറഞ്ഞത്. ഐ ഡിഡ് നോട്ട് സേ ടുമോറോ. ബ്ലാക്ക് പേക്കർ അരുണിമ, അതായത് മലയാളി ബ്ലോഗർ ആയിട്ടുള്ള ബ്ലാക്ക് പേക്കർ അരുണിമ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു ലൈവ് കഴിഞ്ഞ ദിവസം പല ആളുകളും കണ്ടിട്ടുണ്ടായിരിക്കും. ആ ലൈവ് കണ്ട സമയത്ത് നമ്മളൊക്കെ വളരെ വിഷമത്തോടു കൂടിയാണ് ആ വീഡിയോ കാണുന്നത്. കാരണം ഒരിക്കലും ഒരു വ്യക്തിയും അവരോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യം, ഒരു വ്യക്തിയോടും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ ഒരു ലൈവിൽ ഇവർ പറയുന്നത്, ഇവർ US പോയ സമയത്ത് അവരുടെ ഒരു വ്യൂവേഴ്സ് ആയിട്ടുള്ള മലയാളി ഒരു വ്യക്തി, അതായത് 10-70 വയസ്സിൻ്റെ പുള്ളി അമേരിക്കൻ സിറ്റിസനാണ്. അവിടെ അവരെ വീട്ടിൽ ഇവരെ താമസിപ്പിക്കുക, അവരെ സ്റ്റേ ചെയ്യിക്കുക എന്നുള്ളൊരു കണ്ടീഷനിലെത്തി. ഈ കണ്ടീഷനിൽ ഇവരോട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് ഇവർ പറയുന്നത്. അവിടെ എത്തിയ സമയത്ത് ഇയാളുടെ ചെറുമകൾ അന്ന് രാത്രി തന്നെ ആ സമയത്ത് നട്ടപ്പാതിരക്ക് ഇറങ്ങിപ്പോണം എന്ന് പറഞ്ഞ് എന്നാണ് ഇവർ ലൈവ് ഇടുന്നത്. ആ വീടിന് പുറത്ത് നിന്നിട്ട് എന്നെ ഇറക്കി വിട്ടതാണ് ഈ സമയത്ത് നട്ടപ്പാതിരക്ക്. ഈ അരുണിമ ആ സമയത്ത് ചെയ്ത ലൈവിൻ്റെ ഈ ഒരു ക്ലിപ്പ് നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഞാനിതാ ഇപ്പൊ നിൽക്കുന്നത് US-ലാണ്, ന്യൂജേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഞാനിതാ ഈ ഒരു ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഈ വീട്ടിൽ എനിക്ക് 4 വർഷമായിട്ട് അറിയുന്ന ഒരു പുള്ളിക്കാരനാണ് ജോർജ് എന്ന് പറഞ്ഞത്. ആള് ഭയങ്കര പാവമായിരുന്നു. എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു. ഞാൻ ഈ പുള്ളിക്കാരൻ്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു. അവരുടെ മക്കളുടെ വീട്ടിലും, അതായത് ആള് വലിഞ്ഞേറി വന്ന പോലെയാണ് ആള് ഇവിടെ താമസിക്കുന്നത്. അത് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ അടുത്ത് സ്നേഹത്തോടെ വിളിച്ചു ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട്, നിങ്ങൾക്ക് അറിയാം, എൻ്റെ വീഡിയോയിൽ കാണുന്നവർക്കറിയാം, ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്നെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ. സോ ഞാൻ അങ്ങനെ ഇവിടെയും വന്ന് താമസിച്ചതാണ്. പക്ഷേ അമേരിക്ക വന്ന് ഫസ്റ്റ് ഡേയിൽ 2ാമത്തെ ദിവസമാണെന്ന്. 2ാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതായത് 2 ദിവസം ഞാൻ താമസിച്ചിരുന്നു. ഇപ്പോൾ 3ാമത്തെ നൈറ്റായി. സോ ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് വന്ന് വിളിച്ചതും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു. ഭയങ്കര പാവമായിരുന്നു, എനിക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ആളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല. ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ്. ഒരു 20 വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. ഞാൻ അപ്പം തന്നെ, ഇപ്പോൾ രാത്രി സമയം 12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 12 മണിക്ക് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര സ്നേഹത്തോടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും ആളെന്നെ ഇന്ന് വയ്യ, 10-70 വയസ്സുണ്ട്. ആ 70 വയസ്സുള്ള ആളെന്നെ ന്യൂയോർക്കെല്ലാം കറക്കാനെല്ലാം കൊണ്ടുപോയി. ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് പുള്ളി എൻ്റെ കൂടെ വന്നു. അതായത് അത്രയും എനിക്ക് എന്താ പറയുക, പക്ഷെ ആള് ഇത്രയും ഇവിടെ ഇങ്ങനെ സ്വന്തം മകളുടെ വീട്ടിൽ ഇങ്ങനെ ഇതായി നിൽക്കുവാന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഈ ഒരു സമയത്ത് ഞാനൊരു സ്ത്രീയാണ് എന്നുള്ള ഒരു പരിഗണന പോലും തരാതെ ഈ ഒരു സമയത്ത് ഇറങ്ങിപ്പോണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോന്നതാണ് എന്ന് പറഞ്ഞ് ഇവരുടെ വീടും കാണിച്ചിട്ടാണ് ഒരു വ്ളോഗ്, അതായത് ആ വീടിൻ്റെ അവിടെ നിന്ന് പോയി പിന്നെ നടു റോട്ടിൽ നിൽക്കുന്ന വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, കരഞ്ഞുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇത് കണ്ട ആളുകളൊക്കെ ധരിച്ചു വളരെ മോശമായൊരു പ്രവൃത്തിയാണ് ഈ ഒരു അരുണിമയുടെ അടുത്ത് ഇവർ ചെയ്തത് എന്നുള്ള കാര്യം. ഈ അരുണിമ പറഞ്ഞതിൽ തെറ്റുണ്ട് എന്നുള്ള കാര്യം തെളിയിക്കുന്ന രീതിയിലുള്ള വീഡിയോ സഹിതം ഈ ഒരു പുള്ളിയുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന്റെ വീഡിയോ ക്ലിപ്പും ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പറഞ്ഞേ മൺഡേ മോർണിംഗ് എന്നാ പറഞ്ഞേ. സ്നേഹത്തോട് ഇത്രയും നാള് വിളിച്ച് സംസാരിച്ച് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടില്ല അവളോട്. അവൾ പോകുന്ന നീ എന്തിനാ സംസാരിച്ചു? അത് നാളെ പോണെന്ന് പറഞ്ഞില്ലേ? ഞാൻ നാളത്തേക്കിന് വേറെ അക്കോമഡേഷൻ നോക്കണം. മൺഡേ മോർണിംഗ് ആകുമ്പോഴത്തേക്കിനാണ് ഞാൻ പറഞ്ഞത്. ഐ ഡിഡ് നോട്ട് സേ ടുമോറോ. അപ്പൊ ഈ അരുണിമ ചെയ്ത ഈ വീഡിയോന്റെ താഴെ ഈ ഒരു ഇറക്കി വിട്ട് എന്ന് പറഞ്ഞ വ്യക്തി വന്നിട്ട് കമന്റ് ഇടുകയാണ് വളരെ ദേഷ്യത്തോടും വിഷമത്തോടും കൂടി. കാരണം ആരാണ് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ്? അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. എൻ്റെ ഭാര്യ അവരോട് പറഞ്ഞിട്ടുള്ളത് ഇറങ്ങിപ്പോകരുത്, അടുത്ത ദിവസം പോകാം എന്നാണ് പറഞ്ഞത്. അതുപോലും നിഷേധിച്ച് ആ ഒരു അസമയത്ത് അവർ ഇറങ്ങിപ്പോയത് അവരുടെ വീട്ടുകാർ പഠിപ്പിച്ചു കൊടുത്ത കൾച്ചറായിരിക്കും എന്ന് വരെ പുള്ളി ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷമമാണ് അദ്ദേഹം വളരെ ദേഷ്യത്തോടു കൂടി പറയുന്നത്. ഈ കമൻറ്റിൽ ഓരോരുത്തരുടെ കമൻറ്റിനും പുള്ളി മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു അരുണിമ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കൊച്ചുമകളാണ് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എന്നാണ്. അവർ പറഞ്ഞല്ല, ഇദ്ദേഹം പോലും ഇവിടെ വാടകയ്ക്കാണെന്ന്, അതായത് ഇവരെ അവിടെ സ്റ്റേ കൊടുക്കുക എന്ന് പറഞ്ഞ് 70 വയസ്സുള്ള ആ ഒരു പ്രായമുള്ള ആ വ്യക്തി പോലും അവിടെ വാടകയ്ക്കാണ് കഴിയുന്നതെന്ന്. അത് US-ൻ്റെ കൾച്ചർ വെച്ചിട്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അത് പറഞ്ഞിട്ടാണല്ലോ പറയുക, എന്നിട്ടാണോ നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടത്, നിങ്ങൾ ഈ സമയത്ത് പോകണം എന്ന് പറഞ്ഞു എന്നാണ് അരുണിമ പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു വ്യക്തിയുടെ റിയാക്ഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതായത് ഒരിക്കലും അങ്ങനെയല്ല. ആ ഒരു കാര്യത്തെ റിജക്റ്റ് ചെയ്ത് ആക്ഷേപിച്ചുകൊണ്ടാണ് ഇവൾ ആ ഒരു സമയത്ത് ഇറങ്ങിപ്പോകുന്നത്. ഒരുപക്ഷെ അങ്ങനെ അടുത്ത ദിവസം പോകണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവക്ക് ആ ഒരു സംഭവത്തിൽ വിഷമം ഉണ്ടായി കാണും അരുണിമക്ക്.
അത് ഓക്കെ. പക്ഷെ അതിനെ വളച്ചൊടിച്ച് ഈ രീതിയിലാണോ നിങ്ങൾ വീഡിയോ ചെയ്യേണ്ടത്? നിങ്ങൾ ആ രാത്രിയിൽ തന്നെ അവരെ വീട് കാണിക്കുന്നുണ്ട്, റോഡ് കാണിക്കുന്നുണ്ട്, നിങ്ങൾ ഇറങ്ങിപ്പോണ എല്ലാ ദൃശ്യം വിഷമത്തോടു കൂടി കാണിച്ചിട്ടാണ്. നിങ്ങളോട് ഇറങ്ങിപ്പോകാൻ അവിടെ നിന്ന് ആരും പറഞ്ഞിട്ടില്ല ആ സമയത്ത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സ്ഥിതി എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ടാണ് പുള്ളി ഇവരുടെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുത്തത്, കേസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇവരുടെ പെർമിഷൻ ഇല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതും അതുകൂടാതെ ഇവരുടെ വീട് ഇവരുടെ പെർമിഷൻ ഇല്ലാതെ കാണിച്ചതിനും ഈ അരുണിമയ്ക്കെതിരെ അമേരിക്കയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു അടുത്ത രാജ്യത്ത് പോകുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ് ഹെൽപ്പ് ചെയ്ത ആളുകളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ വല്ല ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവും എന്നുള്ളത് സത്യം. പക്ഷെ ആ ഒരു ഹെൽപ്പ് എല്ലാം മറന്നിട്ട് അവരോട് ഈ രീതിയിൽ നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കണം. നിങ്ങൾ വ്ളോഗ് ചെയ്യുമ്പോൾ നിങ്ങളെ വ്ളോഗ് എത്ര ആൾ കാണുന്നുണ്ടാവും? അപ്പോൾ അവരത്രയും ആളുകളുടെ ഇടയിൽ വെച്ച് അത്രയും മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ട് ഈ ഒരു വ്യക്തി കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്ന കാര്യം സത്യമാണെങ്കിൽ അരുണിമ ചെയ്തിട്ടുള്ള വളരെ തെറ്റാണ്, അതിലൊരു കാര്യം പറയാനില്ല. അത്രയും വലിയ മോശമായിട്ടുള്ള കാര്യമാണ് അരുണിമ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാനിതപ്പോ ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്ത ആളെല്ലാം ഇവിടുന്ന് പോയി. സോ ഇതാണ് ഈ കാണുന്ന ഞാൻ റൂം. ഇവിടെ എല്ലാ റൂംസ് എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ $110 ഈ റൂമിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അതായത് 8,000 സംതിങ്, 8,000 അല്ല 9,000 സംതിങ് വരും ഇന്ത്യൻ റുപ്പി. അത്രയും റേറ്റ് ഉണ്ട് ഇവിടെ. ഹോസ്റ്റലിൽ തന്നെ 5,000 $60 അതായത് ഹോസ്റ്റലിലെ ഡോം ഒരു ബെഡ് സ്പേസിന് തന്നെ അത്രയും റേറ്റ് വരുന്നുണ്ട്. അക്കോമഡേഷനൊക്കെ ഓഫ് കോഴ്സ് എക്സ്പെൻസീവ് ആയിരിക്കും, അത് യൂറോപ്പിലും അമേരിക്കയിലും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അവിടെ നിന്നിട്ടുണ്ട് സേഫായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഉണ്ട്. പുറത്തെല്ലാം ഭയങ്കര തണുപ്പായിരുന്നു. എന്താ പറയുക, ഈ വീഡിയോ കണ്ടിട്ട് ഇനി കുറേ പേര് ന്യായീകരിക്കാനും ഇതാക്കാനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എനിക്കെന്താണോ ഫീലിങ്സ് തോന്നുന്നത് അത് ലൈവായിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ ഞാൻ എടുക്കാറ്. എൻ്റെ ഇമോഷൻസ് അതേപോലെ തന്നെ ഉണ്ടാവാറുണ്ട്. അത് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എനിക്ക് എന്താണോ ഫീൽ വരുന്നത് അതെല്ലാം എൻ്റെ വീഡിയോയിലും അത് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ മുന്നേയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എനിക്ക് വിഷമഘട്ടങ്ങൾ ഉണ്ടായിട്ടാലും ഞാൻ അതെല്ലാം എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. സോ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ഫുൾ ഓക്കെയാണ്, ഹാപ്പിയാണ്, പ്രശ്നമൊന്നുമില്ല, സേഫാണ്. പെട്ടെന്ന് ഞാനിങ്ങനെ എല്ലാം നല്ലതേ സംഭവിക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടൊന്നുമല്ല. ബട്ട് സ്റ്റിൽ എന്താ പറയുക, എനിക്ക് പെട്ടെന്ന് ആ ഒരു വ്യക്തി, ആ ജോർജ് എന്ന് പറഞ്ഞ ആൾ എന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ച ആൾ പോലും അറിയാണ്ടാണ് അവരുടെ മക്കളുടെ മക്കളെ എന്നെ ഇറക്കി വിടുന്നതും അവരോട് തന്നെ ഇറങ്ങിപ്പോകാൻ പറയുന്ന രീതിയിലാണ് എടുത്ത. ആ ഒരു സീൻ മാത്രം ഞാൻ വീഡിയോയിൽ എടുക്കാത്തുള്ളൂ, അവരോട് സംസാരിക്കായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്താ പറയുക, പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് സംസാരിക്കാൻ നിന്നില്ല. ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. സോ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ എനിക്കത് താങ്ങാൻ പറ്റിയില്ല. ഞാനൊരു മനുഷ്യനാണല്ലോ, പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇമോഷൻസ് എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് പെട്ടെന്ന് നമ്മൾ ഡൗൺ ആയി പോകും. ബട്ട് സ്റ്റിൽ എനിക്ക് ഓക്കെയാണ്. എന്താ പറയുക, മോർ പവർ ടു മീ, അങ്ങനെയാണ് ഞാൻ ആലോചിക്കാറ് എപ്പോഴും. എന്തെങ്കിലും ഒരു നെഗറ്റീവോ അല്ല ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യും. എന്നിട്ട് കുറച്ചുകൂടെ അത് ഇമ്പ്രൂവ് ചെയ്തിട്ട് കൂടുതൽ ഞാൻ അടിപൊളിയായിട്ടായിരിക്കും എൻ്റെ യാത്രകൾ ഞാൻ മുന്നോട്ട് പോവാം. അപ്പോൾ ഞാൻ ഫുൾ ഹാപ്പിയാണ് ഇപ്പോൾ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇനി ചിലർ പറയും ഓക്കെ അല്ലേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാനുള്ള ചാൻസസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ബൈ ബൈ, താങ്ക് യു.